പഠിപ്പിക്കുന്നു, പെണ്ണിനെ സംരക്ഷിക്കണം. എല്ലാ രംഗത്തും അവൾക്കുള്ള അഭിമാനം നമ്മളാവണം. അവളുടെ ഓരോ ചിന്തയിലും എന്റെ ഭർത്താവ് എനിക്ക് സംരക്ഷണമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ റസൂലുള്ളാഹിന്റെ വിവാഹത്തെ പറ്റി പലരും ആരോപണം ഉന്നയിക്കാറുണ്ട്. മുസ്ലിമീങ്ങൾ പോലും പറയാറുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചർച്ചയിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞൊരു വാക്കില്ലേ, മുഹമ്മദ് നബി 10 എണ്ണം കെട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആ മുസ്ലിമീങ്ങളോടൊക്കെ ഒന്ന് പിടിച്ചെടുക്കാൻ പറ്റിയായിരുന്നു നമുക്ക്. എന്തിനാ പ്രവാചകൻ ഇത്ര കെട്ടാൻ പോയത്? എന്തിനാ ഇസ്ലാമിൽ 4 എണ്ണം വരെ കെട്ടാന്ന് പറഞ്ഞത് എന്ന് ആരോപണം ഉന്നയിക്കുന്നവരുണ്ട്. അറിഞ്ഞിട്ടുണ്ടോ റസൂലുള്ളാഹിന്റെ കല്യാണത്തെ പറ്റി? അള്ളാഹുവിന്റെ പ്രവാചകൻ കല്യാണം കഴിച്ചതിൽ ഒരു കന്യകയുള്ളൂ, ബാക്കി മുഴുവനും വൃദ്ധകളും വിധവകളുവാ. മക്കയിൽ നോക്കാൻ ആളില്ലാതെ, മദീനയിൽ ഭർത്താക്കന്മാർ മരണപ്പെട്ട് മക്കളില്ലാതെ, ഭക്ഷണം കിട്ടാതെ, നോക്കാൻ ആളില്ലാതെ സങ്കടപ്പെടുന്ന സാധു സ്ത്രീകളെ അവരുടെ അഭിമാനത്തിന് വില കൊടുത്ത് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് മദീന പള്ളിന്റെ ചുറ്റും ചെറിയ ഹുജറാത്തുകൾ ഉണ്ടാക്കി മരിക്കുന്നതുവരെ പൊന്നുപോലെ നോക്കിയത് അള്ളാന്റെ ഹബീബ്. അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പൻ രണ്ടാമത്തെ കെട്ടാനോടിയതല്ല. അല്ലെങ്കിൽ പൊന്നാനിപ്പോയി മുണ്ടിട്ട് വന്ന് വേറെ കെട്ടണം ആഗ്രഹിച്ച് കെട്ടിക്കൊണ്ടുവരുന്ന സമ്പ്രദായവുമല്ല. ആദ്യത്തെ പെണ്ണിന്റെ ബാപ്പനെ ഒന്ന് പാഠം പഠിപ്പിക്കാനും വിചാരിച്ചത് കിട്ടാത്തതിന്റെ പേരിൽ രണ്ടാമത്തെ കെട്ടിനെയും കൂടി കെട്ടിയിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല. പെണ്ണിനെ സംരക്ഷിക്കാനാ കല്യാണം, അവൾക്ക് ജീവിതത്തിന് നിറം കൊടുക്കാനാ കല്യാണം. ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എന്റെ വീട്ടിന്റെ അകത്തളത്തിലിരുന്ന് നെഞ്ചുപൊട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ നെറ്റിത്തടത്തിലെ നിസ്കാരത്തഴമ്പിന് ഒരു കറുത്ത പുള്ളിന്റെ കൂലി പോലുമില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഒരു പെണ്ണിനെയും മക്കളെയും നെഞ്ചുപൊട്ടി കരയിപ്പിക്കുന്ന ഒരു ആണാണ് ഞാനെങ്കിൽ എന്റെ കുടുംബത്തിൽ പടച്ചോന്റെ ബർക്കത്തില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അറബ് പഠിപ്പിച്ചതും നിങ്ങളെ കുടുംബത്തിന് വേണ്ടി മക്കളെ സംരക്ഷിക്കാൻ, ഭാര്യയെ സംരക്ഷിക്കാൻ നിങ്ങൾ നടത്തുന്ന ഏത് അമലുകളും ചെലവഴിക്കലുകളും അധ്വാനവും നിങ്ങൾക്ക് സ്വതക്കയാണെന്നും ആ പെണ്ണിന്റെ വായിലേക്ക് വെച്ചുകൊടുക്കുന്ന ഒരുവരുടെ ചോറിന് പോലും അള്ളാന്റെ അരികിൽ സ്വതക്കന്റെ കൂലുണ്ട് എന്ന് പഠിപ്പിച്ച മതം. ആ ചിന്ത ഒരു ഭർത്താവിനുണ്ടെങ്കിൽ തിന്നതിന്റെ കണക്ക് പെണ്ണിനോട് പറയാൻ പാടില്ല, മക്കളോട് പറയാൻ പാടില്ല, തിന്നാൻ തന്നിട്ടില്ല എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, വമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്. ആരെങ്കിലും ഭാര്യയെ പോറ്റാൻ, അവൾക്ക് സമാധാനം കൊടുക്കാൻ, അവളെ സംരക്ഷിക്കാൻ അവൻ അധ്വാനിക്കുകയും അവൻ അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഫഹുവ ഷഹീദ്, അവൻ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയവരാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പെണ്ണിനെ സംരക്ഷിക്കണം, അഭിമാനത്തിന് ക്ഷതം വരുത്താതെ നോക്കണം. എന്റെ റബ്ബ് എന്നിലേക്ക് ഏൽപ്പിച്ചു തന്ന ഒരു അമാനത്താണ് എന്റെ പെണ്ണ് എന്ന് ചിന്തിക്കാൻ പറ്റണം. അങ്ങനെ ചിന്തിക്കുമ്പം ഞാൻ അവളെ മുൻപിൽ തോറ്റുപോകുമോ, ഞാനൊരു പെൺകൊന്തനാകുമോ എന്നല്ല ചിന്തിക്കേണ്ടത്. നാളെ റബ്ബിന്റെ കോടതിയിൽ എന്നെയും അവളെയും റബ്ബ് വിചാരണക്ക് വിളിക്കുമ്പം എന്നെ മുൻനിർത്തി പടച്ച റബ്ബ് ചോദിക്കുമ്പം അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലേ, സംരക്ഷിച്ചിട്ടില്ലേ, സ്നേഹിച്ചിട്ടില്ലേ, കരൾ പറച്ചു കൊടുത്തിട്ടില്ലേ എന്ന് റബ്ബ് ചോദിക്കുന്ന സമയത്ത് ആണ് റബ്ബേ അല്ലാഹുമ്മ അശ്ഹദ്, എന്റെ ആയുസിന്റെ ഇടയ്ക്ക് ഇതിനേക്കാളും തൊലിവെളുപ്പുള്ള പെണ്ണിനെ കണ്ടിട്ടും ഇതിനേക്കാളും ഭംഗിയുള്ള മൊഞ്ചത്തികളെ 1000 കണ്ടിട്ടും ഞാൻ എന്റെ കുടുംബത്തെ, എന്റെ പെണ്ണിനെ എന്റെ പ്രാണവായു പോലെ സ്നേഹിച്ചത് ഈ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി ആലോചിച്ചിട്ടാണ് റബ്ബേ എന്ന് പറയുന്ന ആണുങ്ങളോട് റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട്, വമല്ലാഹു ബിഗാഫിലിൻ, അല്ലാഹുവിനറിയാം നീ ഒരു നല്ല ആണാണെന്നും നീ ഒരു നല്ല ഭർത്താവാണെന്നും. അതുകൊണ്ട് നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ നാഥന്റെ ഏറ്റവും വലിയ പിന്തുണയുണ്ടാകും. അപ്പം നമ്മളുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ മാതൃക നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഇണയെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ